ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ്. ഈ ഒരു ടോപ്പിക്കിൽ മെഷർ ഓഫ് സെൻറ്റർ ടെൻഡൻസി, മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്നീ ടോപ്പിക്കുകൾ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ക്ലാസ്സുകൾ കൂടെ കാണാൻ ശ്രമിക്കുക. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ് ആണ്. Skewness measures the symmetry of the probability distribution of a real valued random variable. Skewness എന്നത് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് ചുറ്റുമുള്ള സിമ്മട്രി മെഷർ ചെയ്യുന്ന മെഷർമെൻ്റ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ സിമ്മട്രിക് ആണെങ്കിൽ ലെഫ്റ്റും റൈറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. എന്നാൽ സ്ക്യൂഡ് ആണെങ്കിൽ അത് ഒരേ ഭാഗത്തേക്ക് കൂടുതൽ ടെയില് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസ് കാണിക്കും. സോ 3 ടൈപ്പ് ഓഫ് സ്ക്യൂനെസ് ആണുള്ളത്. പോസിറ്റീവ് സ്ക്യൂ, നെഗറ്റീവ് സ്ക്യൂ ആൻഡ് സീറോ സ്ക്യൂ. ഡിസ്ട്രിബ്യൂഷൻ്റെ ടെയില് റൈറ്റ് സൈഡിലേക്കാണ് നീളുന്നതെങ്കിൽ അത് പോസിറ്റീവ് സ്ക്യൂ ആണ്, അല്ലെങ്കിൽ റൈറ്റ് സ്ക്യൂ ആണ്. വേർ മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ്. ഡിസ്ട്രിബ്യൂഷൻ്റെ ടെയില് ലെഫ്റ്റ് സൈഡിലേക്കാണ് നീളുന്നതെങ്കിൽ അത് നെഗറ്റീവ് സ്ക്യൂ ആണ്. വേർ മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡ്. ഇതിന് എക്സാമ്പിളാണ് ഏജ് ഓഫ് റിട്ടയർമെൻറ്റ്. കൂടുതൽ ആളുകൾ 58 to 65 റേഞ്ചിൽ റിട്ടയർഡ് ആവുന്നു. ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പ് സിമ്മട്രിക് ആണെങ്കിൽ വേർ മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ് ആണ്, അത് സീറോ സ്ക്യൂ ആണ് ഓർ സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എക്സാമ്പിൾ ആണ് ഐഡിയൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. വേർ സ്ക്യൂനെസ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. സ്ക്യൂനെസ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണ്. സ്ക്യൂനെസ് സീറോ എന്നത് സിമ്മട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സ്ക്യൂനെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ഓൾ റൈസ് ടു 3 ഡിവൈഡഡ് ബൈ സിഗ്മ ക്യൂബ്. ഇത് പോസിറ്റീവ് സ്ക്യൂ, സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് നെഗറ്റീവ് സ്ക്യൂ, ഇത് മൂന്നിൻ്റെയും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. വേറെ പോസിറ്റീവ് സ്ക്യൂ മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ് ആൻഡ് നെഗറ്റീവ് സ്ക്യൂ മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡ്. വേർ സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ്. അടുത്തത് കർട്ടോസിസ് ആണ്. കർട്ടോസിസ് മെഷേഴ്സ് ദ ടെയിൽനെസ് ഓർ എക്സ്ട്രീംസ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ്റെ ടെയിൽനെസ് ഓർ പീക്ക്നെസ് മെഷർ ചെയ്യുന്നതാണ് കർട്ടോസിസ്. കർട്ടോസിസിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സെൻട്രൽ പീക്ക് എത്ര ഷാർപ്പാണെന്ന് കാണിക്കുന്നു. കർട്ടോസിസിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ അതിനെ മീസോകർട്ടിക് എന്ന് പറയുന്നു. സോ ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതൊരു സ്റ്റാൻഡേർഡ് ഷേപ്പാണ്. കർട്ടോസിസിൻ്റെ വാല്യൂ 3യിൽ നിന്ന് കൂടുതലാണെങ്കിൽ ലെപ്റ്റോകർട്ടിക് എന്ന് പറയുന്നു. സോ ഇത് വെരി ഷാർപ്പ് ആൻഡ് സെൻട്രൽ പീക്കാണ്. ഇതിന് ഹെവി ടെയിൽസ് ആണുള്ളത്. ഇതിന് എക്സാമ്പിൾ ആണ് സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസ്. ഫ്ലാറ്റ് പീക്കും ലൈറ്റ് ടെയിൽസും കാണിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് പ്ലാറ്റികർട്ടിക് കർട്ടോസിസ്. വാല്യൂസ് 3യിൽ കുറവായിരിക്കും. ഇതിന് എക്സാമ്പിൾ ആണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. കർട്ടോസിസിൻ്റെ ഇക്വേഷൻ ആണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ഓൾ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ സിഗ്മ റൈസ് ടു 4. പോസിറ്റീവ് എക്സസ് ലെപ്റ്റോകർട്ടിക് ആണ്, നെഗറ്റീവ് എക്സസ് പ്ലാറ്റികർട്ടിക്കും കാണിക്കുന്നു. അടുത്തത് കോറിലേഷൻ ആണ്. കോറിലേഷൻ ഷോസ് ദ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ്. കോറിലേഷൻ എന്നത് 2 വേരിയബിൾസ് തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത്തും ഡയറക്ഷനും മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരു വേരിയബിളിന് മാറ്റമുണ്ടാകുമ്പോൾ മറ്റു വേരിയബിളിന് എത്ര മാറ്റമുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റു വേരിയബിൾ കൂടുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷൻ കാണിക്കുന്നു. അതിന് എക്സാമ്പിളാണ് ഹൈറ്റും വെയ്റ്റും. ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റു വേരിയബിൾ കുറയുന്നതാണെങ്കിൽ അത് നെഗറ്റീവ് കോറിലേഷൻ കാണിക്കുന്നു. അതിന് എക്സാമ്പിളാണ് പ്രൈസ് ആൻഡ് ഡിമാൻഡ്. 2 വേരിയബിൾസും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെങ്കിൽ അത് സീറോ കോറിലേഷൻ എന്ന് പറയുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോറിലേഷൻ ആണ് പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. 6 കൊണ്ടിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിന് ഇക്വേഷൻ ആണ് സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ഐ മൈനസ് വൈ ബാർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ വൈ ഐ മൈനസ് വൈ ബാർ ഓൾ സ്ക്വയർ. വേർ ആർ ഈക്വൽ ടു +1 shows perfect positive correlation, where r equal to -1 shows perfect negative correlation, and r equal to 0 there is no linear correlation. rന്റെ value always lies between -1 and +1. x and y
വേരിയബിൾസിൻ്റെ ആവറേജ് വാല്യൂ ആണ് എക്സ് ബാർ ആൻഡ് വൈ ബാർ. എക്സ് ആൻഡ് വൈ വേരിയബിൾസിൻ്റെ ഇൻഡിവിജ്വൽ വാല്യൂസ് ആണ് എക്സ് ഐ ആൻഡ് വൈ ഐ. ഇതിന് എക്സാമ്പിൾ ആർ ഈക്വൽ ടു 0.09 കാണിക്കുന്നത് സ്ട്രോങ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ആർ ഈക്വൽ ടു -0.75 കാണിക്കുന്നത് സ്ട്രോങ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ആർ ഈക്വൽ ടു 0 ദർ ഈസ് നോ കോറിലേഷൻ. കണ്ടിന്യൂസ് ഓർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റയ്ക്കാണ് പിയേഴ്സൺ കോറിലേഷൻ യൂസ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് സ്പെയർമാൻസ് റാങ്ക് കോറിലേഷൻ. നോൺ പാരാമെട്രിക് മെഷർ യൂസ്ഡ് ഫോർ ഓർഡിനൽ ഡാറ്റ ഓർ വെൻ ഡാറ്റ ഈസ് നോട്ട് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വേർ ആർ എസ് ഈക്വൽ ടു 1 - 6 into summation di square divided by n into n square minus 1. സ്പെയർമാൻ കോറിലേഷൻ നോൺ പാരാമെട്രിക് ഓർഡിനൽ നോൺ ലീനിയർ റാങ്ക്ഡ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ഡാറ്റയ്ക്കാണ് യൂസ് ചെയ്യുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്നത് ആർ എസ് കൊണ്ടാണ്. വേർ ഡി ഐ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റാങ്ക് ആൻഡ് എൻ ഈസ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ്. സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈനെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ് ഉപയോഗിച്ച് ഫ്യൂച്ചർ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യുന്ന റിഗ്രഷൻ ടെക്നിക്കാണ്. സോ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ്റെ മാത്തമാറ്റിക്കൽ ഫോം y ഈക്വൽ ടു ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1x പ്ലസ് എപ്സിലോൺ വേർ എക്സ് ഈക്വൽ ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വൈ ഈക്വൽ ടു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ബീറ്റ നോട്ട് ഈസ് ദ ഇൻ്റർസെപ്റ്റ് ആൻഡ് ബീറ്റ 1 സ്ലോപ്പാണ്. ഒരു യൂണിറ്റ് എക്സിൽ ഒരു യൂണിറ്റ് കൂടിയാൽ വൈയിൽ എത്ര കൂടും എന്ന് കാണിക്കുന്നതാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് മൾട്ടിപ്പിൾ ലീനിയർ regression predicts y using multiple independent variables x1 x2 etc xk. y വേരിയബിൾ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് ഒന്നിലധികം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ x1 x2 etc xn ഉപയോഗിക്കുന്ന റിഗ്രഷൻ അനാലിസിസ് ആണിത്. y ഈക്വൽ ടു ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1x പ്ലസ് ബീറ്റ 2x2 പ്ലസ് ബീറ്റ 3x3 പ്ലസ് എക്സെട്ര ബീറ്റ k xk പ്ലസ് എപ്സിലോൺ where x1, x2, etc. xn are independent variable and beta 1, beta 2, beta etc. beta n എന്നത് ഈച്ച് എക്സ് വേരിയബിൾസിൻ്റെ സ്ലോപ്പാണ്. ബീറ്റ നോട്ട് എന്നത് ഇൻ്റർസെപ്റ്റ് ആണ്. ആർ സ്ക്വയർ എന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ആണ്. വൈയിലൂടെ വേരിയൻസ് എത്ര പെർസെൻറ്റേജ് റിഗ്രഷൻ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് കാണിക്കുന്ന അളവാണ് ആർ സ്ക്വയർ. വേർ ദ വാല്യൂ ഓഫ് ആർ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ആർ സ്ക്വയറിൻ്റെ വാല്യൂ 0.8 ആണെങ്കിൽ ദാറ്റ് മീൻസ് 80% ഓഫ് വേരിയേഷൻ ഇൻ വൈ ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ എക്സ് വേരിയബിൾസ്. അടുത്ത് നമ്മൾ നോക്കുന്നത് പാർഷ്യൽ റിഗ്രഷൻ ആണ്. പാർഷ്യൽ റിഗ്രഷൻ അനലൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കൺട്രോളിംഗ് ഫോർ ദ എഫക്റ്റ് ഓഫ് അതർ വേരിയബിൾസ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈക്കും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സിനും ഇടയിലെ റിലേഷൻ മറ്റ് വേരിയബിൾസിൻ്റെ ഇൻഫ്ലുവൻസ് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് അനലൈസ് ചെയ്യുന്നതാണിത്. ഇതിന് എക്സാമ്പിളാണ് y എന്നത് ബ്ലഡ് പ്രഷറും x1 എന്നത് ഏജും x2 എന്നത് വെയ്റ്റുമായിട്ടെടുത്താൽ പാർഷ്യൽ റിഗ്രഷൻ എന്നത് ടു ഫൈൻഡ് ദ എഫക്റ്റ് ദ ഏജ് ഓൺ ബ്ലഡ് പ്രഷർ കൺട്രോളിങ് ദ എഫക്റ്റ് ഓഫ് വെയ്റ്റ്. അടുത്തത് പ്രോബബിലിറ്റി ആണ്. എക്സ്പെരിമെൻ്റ് ഈസ് ദ ആക്ഷൻ വിത്ത് സർട്ടൈൻ ഔട്ട്കംസ്. ഇതിന് എക്സാമ്പിളാണ് ഒരു നാണയം എറിയുമ്പോൾ ഹെഡ് ഓർ ടെയിൽ വരുന്നത്. സാമ്പിൾ സ്പേസ് ഇസ് സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ്. ഒരു എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ വരുന്ന എല്ലാ ഫലങ്ങളുടെയും എല്ലാ ഔട്ട്കംസിൻ്റെയും സെറ്റിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു നാണയം എറിയുമ്പോൾ സാമ്പിൾ സ്പേസ് എന്നത് ഹെഡ് ആൻഡ് ടെയിൽ. ഒരു ഡൈസ് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ഔട്ട്കംസ് എന്ന് പറയുന്നത് 1 to 6 വരെയാണ്. സോ സാമ്പിൾ സ്പേസ് ഈക്വൽ ടു 1, 2, 3 etc 6. സാമ്പിൾ സ്പേസിലെ ഒരു സബ്സെറ്റാണ് ഈവൻറ്റ്, എ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ്. ദാറ്റ് ഈസ് ഒരു ഡൈസ് എറിയുമ്പോൾ ഈവൻ നമ്പറാണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2, 4, 6. അടുത്ത നമ്മൾ നോക്കുന്നത് ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി ആണ്. 3 തരത്തിലുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ക്ലാസിക്കൽ പ്രോബബിലിറ്റി, എംപീരിക്കൽ പ്രോബബിലിറ്റി ആൻഡ് സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി. ക്ലാസിക്കൽ പ്രോബബിലിറ്റി എന്നത് തുല്യ സാധ്യതകളുള്ള സാമ്പിൾ സ്പേസ് വെച്ച് കണക്കാക്കുന്നതാണ്.
where P equal to favorable outcomes by total outcomes. ഇതിന് എക്സാമ്പിൾ ആണ് 1 മുതൽ 6 വരെയുള്ള ഡൈസ് എറിയുമ്പോൾ 2 വരാനുള്ള ചാൻസ്, ദാറ്റ് ഈസ് 1/6. അടുത്തത് എംപീരിക്കൽ ഓർ റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച് ആണ്, ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റ് ഓർ ഹിസ്റ്റോറിക്കൽ ഡാറ്റ. ഇത് പൂർത്തിയായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് സാധ്യത കണക്കാക്കുന്നതാണ്. ദാറ്റ് മീൻസ് ഒരു 100 തവണ ഒരു കോയിൻ എറിഞ്ഞപ്പോൾ 48 ഹെഡ് വന്നു. സോ പ്രോബബിലിറ്റി ഓഫ് ഹെഡ് എന്നത് 48 ഡിവൈഡഡ് ബൈ 100. അടുത്തത് സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി ആണ്, ബേസ്ഡ് ഓൺ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്. ഒരു വ്യക്തിയുടെ വിശ്വാസം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വിലയിരുത്തൽ, ഇതിനെയൊക്കെ അടിസ്ഥാനത്തിലാക്കി പറയുന്ന സാധ്യതകളെയാണ് സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. നാളെ മഴ പെയ്യും എന്നത് ചില പ്രീവിയസ് എക്സ്പീരിയൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടും അയാളുടെ വ്യക്തിപരമായിട്ടുള്ള വിലയിരുത്തൽ കൊണ്ടും പറയുന്നതാണ്. ഇതാണ് അതിന് എക്സാമ്പിൾ. അടുത്തത് അഡിഷൻ റൂളാണ്, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് ഓഫ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്നത് എ അല്ലെങ്കിൽ ബി സംഭവിക്കാനുള്ള സാധ്യതയെ കാണിക്കുന്നതാണ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ റൂൾ, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എയും ബിയും ഒരുമിച്ച് സംഭവിക്കാനുള്ള സാധ്യതയാണ് മൾട്ടിപ്ലിക്കേഷൻ റൂളിൽ പറയുന്നത്. വേർ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. ബി ഗിവൺ എ എന്നത് എ സംഭവിച്ചെന്ന് കരുതി ബി സംഭവിക്കാനുള്ള സാധ്യതയാണ് പറയുന്നത്. ഇവിടെ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. അടുത്തത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്, പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ. എ സംഭവിച്ചെന്ന് കരുതി ബി സംഭവിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ പറയുന്നത്. അതായത് ഒരു ബോക്സിൽ 5 റെഡ് ബോൾസും 3 ബ്ലൂ ബോൾസും ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ റെഡ് ബോൾസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബബിലിറ്റി കണക്കാക്കാനുള്ള മെത്തേഡാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് ബേസ് തിയറം ആണ്. ബേഷ്യൻ ഇൻഫറൻസിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. സോ ബേസ് തിയറം ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. Probability of A is the prior probability of A. Probability of B is the total probability of B, and the probability of B given A is the likelihood of B given A. So next നമ്മൾ നോക്കുന്നത് distribution and their properties. സോ 3 ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മളിവിടെ പറയുന്നത്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സോ ഫസ്റ്റ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. ഡിസ്ക്രീറ്റ് ഡാറ്റയിൽ ഉപയോഗിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. സക്സസ് ഓർ ഫെയിലിയർ പോലുള്ള 2 ഔട്ട്കം എക്സ്പെരിമെന്റിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു കെ വേർ n k into p raised to k into 1 minus p all raised to n minus k. So n എന്നത് ഫിക്സഡ് നമ്പർ ഓഫ് ട്രയൽസ് ആണ്, p എന്നത് സക്സസ് ആവാനുള്ള പ്രോബിലിറ്റി ആണ്. കൂടാതെ ഓരോ എക്സ്പെരിമെന്റും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു കെ എന്നത് k സക്സസ് വരാനുള്ള പ്രോബിലിറ്റി ആണ്. എൻ കെ എന്നത് n ട്രയൽസിൽ നിന്ന് k സക്സസ് തിരഞ്ഞെടുക്കുന്ന രീതിയാണ്. പി എന്നത് സക്സസ് ഓഫ് പ്രോബിലിറ്റി ആൻഡ് 1 മൈനസ് പി എന്നത് ഫെയിലിയർ ഓഫ് പ്രോബിലിറ്റി ആൻഡ് n ഈസ് ദ ടോട്ടൽ ട്രയൽ ആൻഡ് k സക്സസ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ മ്യൂ ആണ്, വേരിയൻസ് സിഗ്മ സ്ക്വയർ ദാറ്റ് ഈസ് എൻ പി ഇൻറ്റു 1 മൈനസ് പി. പിയുടെ വാല്യൂ 0.5 ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സിമ്മട്രിക് ആണ്. 0.5 കുറവാണ് പിയുടെ വാല്യൂ എങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ് സ്ക്യൂഡ് ആണ്. 0.5 കൂടുതലാണ് പിയുടെ വാല്യൂ എങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ലെഫ്റ്റ് സ്ക്യൂഡ് ആണ്. അടുത്ത നമ്മൾ നോക്കുന്നത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇറ്റ് യൂസ്ഡ് ഫോർ
counting events or an interval, time, area, etc. when event happen independently and randomly. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്നത് ഒരു നിശ്ചിത ഇടവേളയിലോ സ്ഥലത്തോ സംഭവിക്കുന്ന സംഖ്യകളെ അടിസ്ഥാനമാക്കിയുള്ള റാൻഡം ഇൻഡിപെൻഡന്റ് ഈവൻസിനെ മോഡൽ ചെയ്യുന്നതാണ്. ഇതിന് എക്സാമ്പിൾ ആണ് ഒരു മണിക്കൂറിൽ ഒരു ബാങ്കിൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം, അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന ബർത്ത് കൗണ്ടുകൾ, ഒരു പേജ് ഓഫ് ബുക്കിൽ എത്ര ടൈപ്പിംഗ് എറേഴ്സ് വരുന്നതെല്ലാം പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നതാണ്. സോ ഇതിന്റെ ഇക്വേഷൻ പി ഓഫ് എക്സ് ഈക്വൽ ടു കെ വെയർ ഇ റൈസ് ടു മൈനസ് ലാംഡ, ലാംഡ റൈസ് ടു കെ ബൈ കെ ഫാക്ടോറിയൽ. ലാംഡ എന്നത് ആവറേജ് റേറ്റ് ഓഫ് സക്സസ് ആണ്, വെയർ മീൻ ആൻഡ് വേരിയൻസ് ഈക്വൽ ടു ലാംഡ. എക്സ് എന്നത് നമ്പർ ഓഫ് ഈവൻസ് ഓർ ഒക്കറൻസ് ആണ്, ലാംഡ എന്നത് ആവറേജ് നമ്പർ ഓഫ് ഒക്കറൻസ്, ദാറ്റ് ഈസ് മീൻ ആൻഡ് വേരിയൻസ്, വെയർ കെ ഈസ് ദ ആക്ച്വൽ നമ്പർ ഓഫ് ഒക്കറൻസ് ആൻഡ് ഇ ഈസ് ദ യൂലേഴ്സ് കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് 2.718 ആണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ ഓയിലേഴ്സ് കോൺസ്റ്റന്റ് വരുന്നത്. ഇവിടെ മീനും വേരിയൻസും ലാംഡയാണ്. ലാംഡ സ്മോൾ വാല്യൂ ആണെങ്കിൽ റൈറ്റ് സ്ക്യൂഡ് ആണ്, ലാംഡ വലിയ വാല്യൂ ആവുമ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് മാറുന്നു. സോ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കോൾ സെന്ററിൽ ഒരു മിനിറ്റിൽ 3 കോൾസ് വരുന്നു. സോ അത് ഒരു മിനിറ്റിൽ 2 കോൾസ് കിട്ടാനുള്ള സാധ്യത, ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു -3 ഇൻറ്റു 3 റൈസ് ടു 2 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. അടുത്തത് നമ്മൾ നോക്കുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്ട്രിബ്യൂഷൻ ആണ്, ബെൽ ഷേപ്ഡ് കർവായിട്ട് കാണപ്പെടുന്നു. ഇതിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മീൻ മ്യൂ ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ, ആൻഡ് എക്സ് വേരിയബിൾസ്. ടോട്ടൽ ഏരിയ അണ്ടർ ദ കർവ് ഈക്വൽ ടു 1. സോ മീൻ 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആവുമ്പോൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് മാറുന്നു, ദാറ്റ് ഈസ് സെഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നും പറയും. സോ സെഡ് സ്കോർ ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. ഈ ഒരു കർവിന്റെ 68.27% ഓഫ് ഡാറ്റ ലൈസ് വിത്തിൻ പ്ലസ് ഓർ മൈനസ് സിഗ്മ ആൻഡ് 95% data lies between plus or minus 2 sigma, then 99.7% of data lies within 3 sigma. So normal distribution symmetric ആണെങ്കിൽ മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ് എന്ന് നമുക്ക് പറയാം. അടുത്തത് ഈ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് വരുന്ന 25 MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a distribution is said to be positively skewed when option A, mean less than median less than mode, option B, mean greater than median greater than mode, option C, mean equal to median equal to mode, and option D, none. So answer option B, mean greater than median greater than mode. പോസിറ്റീവ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനിൽ ടെയില് വലതുവശത്തേക്ക് നീളുന്നു, അതായത് ഡാറ്റ കൂടുതലായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നു, വെയർ മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ സ്ക്യൂനെസ് ഓഫ് എ ഡാറ്റ സെറ്റ് ഈസ് 0, ഇറ്റ് ഇംപ്ലൈസ് ഓപ്ഷൻ എ ലെഫ്റ്റ് സ്ക്യൂഡ്, ഓപ്ഷൻ ബി റൈറ്റ് സ്ക്യൂഡ്, ഓപ്ഷൻ സി സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ആൻഡ് ഓപ്ഷൻ ഡി മൾട്ടി മോഡൽ ഡിസ്ട്രിബ്യൂഷൻ. ആൻസർ ഓപ്ഷൻ സി സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. നമുക്കറിയാം സ്ക്യൂനെസ് 0 ആണെങ്കിൽ അത് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്നു, ദാറ്റ് ഈസ് മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, leptokurtic distribution has option A flat peak, option B lower peak than normal, option C sharper peak and heavier tails, option D symmetrical peak only. Answer C sharper peak and heavier tails. നമുക്കറിയാം ലെപ്റ്റോകർട്ടിക്കില് പീക്ക് വളരെ ഷാർപ്പർ ആവുന്നു ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കൂടുതൽ ആക്യുറേറ്റ് ആവുന്നു, ടെയിൽസിന് കൂടുതൽ ഭാരം കൂടുന്നു, ദാറ്റ് മീൻസ് ടെയിൽസ് കൂടുതൽ ഹെവിയർ ആവുന്നു. അടുത്ത ക്വസ്റ്റ്യൻ,
What is the kurtosis of a normal distribution? Option A 0, option B 1, option C 2, option D 3. Answer option D 3. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കട്ടോസിസ് വാല്യൂ 3 ആണ്. അത് മീസോകർട്ടിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാറ്റിക്കർട്ടിക് ഡിസ്ട്രിബ്യൂഷൻസ് ആർ ഓപ്ഷൻ എ ഹൈലി പീക്ക്ഡ്, ഓപ്ഷൻ ബി ഹെവിലി ടെയിൽഡ്, ഓപ്ഷൻ സി ലൈറ്റ് ടെയിൽഡ് ആൻഡ് ഫ്ലാറ്റ് പീക്ക്ഡ്, ഓപ്ഷൻ ഡി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. ആൻസർ ഓപ്ഷൻ സി ലൈറ്റ് ടെയിൽഡ് ആൻഡ് ഫ്ലാറ്റ് പീക്ക്ഡ്. പ്ലാറ്റിക്കർട്ടിക്കില് പീക്ക് ഫ്ലാറ്റ് ആയിരിക്കും, ടെയിൽസ് കുറഞ്ഞ വെയിറ്റ് ആയിരിക്കും. സോ കർട്ടോസിസ് ലെസ് ദാൻ 3 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് ദ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് ലൈസ് ബിറ്റ്വീൻ ഓപ്ഷൻ എ 0 and 1, ഓപ്ഷൻ ബി -1 and 1, ഓപ്ഷൻ സി -infinity and infinity, ഓപ്ഷൻ ഡി -0.5 and 0.5. So answer option B -1 and 1. പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് എപ്പോഴും -1 and 1 ഇടയിലായിരിക്കും. -1 എന്നത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനും +1 എന്നത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനും കാണിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ് -0.85. ഇറ്റ് ഇൻഡിക്കേറ്റ് ഓപ്ഷൻ എ വീക്ക് പോസിറ്റീവ് റിലേഷൻഷിപ്പ്, ഓപ്ഷൻ ബി സ്ട്രോങ് പോസിറ്റീവ് റിലേഷൻഷിപ്പ്, ഓപ്ഷൻ സി strong negative relationship, and option D no relationship. Answer option C strong negative relationship. R equal to -0.85 ആണെങ്കിൽ strong perfectly negative correlation കാണിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is a non-parametric correlation method? ഓപ്ഷൻ എ പിയേഴ്സൺ, ഓപ്ഷൻ ബി സ്പെയർമാൻ, ഓപ്ഷൻ സി ലീനിയർ റിഗ്രഷൻ, ആൻഡ് ഓപ്ഷൻ ഡി അനോവ. ആൻസർ ഓപ്ഷൻ ബി സ്പിയർമാൻ. നമുക്കറിയാം സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ നോൺ പാരാമെട്രിക് ആണ്, റാങ്ക് ബേസ്ഡ് റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് 2 വേരിയബിൾസ് ആർ അൺകോറിലേറ്റഡ്, their correlation coefficient is option A 1, option B 0, option C -1 and option D infinity. Answer option B 0. അൺകോറിലേറ്റഡ് ആണെങ്കിൽ ആറിന്റെ വാല്യൂ 0 ആണ്. ദാറ്റ് ഈസ് നോ ലീനിയർ റിലേഷൻഷിപ്പ്. ദാറ്റ് ഈസ് ലീനിയർ റിലേഷൻഷിപ്പ് ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, വേർ ആർ ഈക്വൽ ടു 1 ദ പോയിന്റ് ഓൺ എ സ്കാറ്റർ പ്ലോട്ട്. ഓപ്ഷൻ എ ഫോൾ റാൻഡംലി, ഓപ്ഷൻ ബി ഫോം എ പെർഫെക്റ്റ് ഡൗൺവേർഡ് ലൈൻ, ഓപ്ഷൻ സി ഫോം എ പെർഫെക്റ്റ് അപ്വേർഡ് ലൈൻ, ആൻഡ് ഓപ്ഷൻ ഡി ഷോ എ നോൺ ലീനിയർ പാറ്റേൺ. ആൻസർ ഓപ്ഷൻ സി എ പെർഫെക്റ്റ് അപ്വേർഡ് ലൈൻ. നമുക്കറിയാം R equal to 1 ഇംപ്ലൈസ് പെർഫെക്റ്റ് പോസിറ്റീവ് ലീനിയർ കോറിലേഷൻ. അതുകൊണ്ട് തന്നെ പോയിന്റ്സ് ലൈസ് ഇൻ എ സ്ട്രെയിറ്റ് അപ്വേർഡ് ലൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ മൾട്ടിപ്പിൾ റിഗ്രഷൻ ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി മോർ ദാൻ 1, ഓപ്ഷൻ ഡി 0. ആൻസർ ഓപ്ഷൻ സി മോർ ദാൻ 1. മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ദാറ്റ് ഈസ് സെയിൽസ് എന്നത് മാത്രമല്ല, ഒന്നിലധികം ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ദാറ്റ് ഈസ് പ്രൈസ്, ആഡ്സ്, ഡിമാൻഡ് ഇവയെല്ലാം ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇന്റർസെപ്റ്റഡ് ടേം ഇൻ റിഗ്രഷൻ ഈസ് ഓപ്ഷൻ എ always 0, ഓപ്ഷൻ ബി the slope, ഓപ്ഷൻ സി the value of y when all x's are 0, ഓപ്ഷൻ ഡി unrelated to the model. Answer the value of y when all x's are 0. ഇന്റർസെപ്റ്റ് ബീറ്റ നോട്ട് എന്നത് x1 x2 എക്സെട്ര xn 0 ആണെങ്കിൽ ദാറ്റ് ഈസ് പ്രെഡിക്റ്റേഴ്സ് 0 ആണെങ്കിൽ ഡിപ്പെൻഡന്റ് വേരിയബിൾ y എത്രയായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, which is the measure of the goodness of fit in regression? Option A standard error, option B R squared, option C mean, option D correlation. Answer D R square. So R square value ആണ്
ഗുഡ്നെസ് ഓഫ് ഫിറ്റ് മെഷർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ആർ സ്ക്വയർ വാല്യൂ മോഡലിൽ വൈൻ്റെ വേരിയബിൾ എത്ര പെർസെൻറ്റേജ് എക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് കാണിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, if two independent variables in a regression are highly correlated, it leads to option A multicollinearity, option B homoscedasticity, option C autocorrelation, and option D heteroscedasticity. Answer option A multicollinearity. മൾട്ടികൊളീനിയാരിറ്റി അല്ലെങ്കിൽ പ്രഡിക്റ്റീവ് വേരിയബിൾസ് ദാറ്റ് ഈസ് x1 x2 എക്സെട്ര x1 വേരിയബിൾസ് തമ്മിൽ വളരെയധികം റിലേഷൻഷിപ്പ് ഉള്ളത് റിഗ്രഷൻ മോഡലിൻ്റെ റിലയബിലിറ്റി കുറയ്ക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ എറർ ടേം ഇൻ റിഗ്രഷൻ അക്കൗണ്ട്സ് ഫോർ ഓപ്ഷൻ എ ദ പെർഫെക്റ്റ് പ്രഡിക്ഷൻ, ഓപ്ഷൻ ബി ദ അൺഎക്സ്പ്ലെയിൻഡ് പാർട്ട് ഓഫ് ദ മോഡൽ, ഓപ്ഷൻ സി ദ ഇന്റർസെപ്റ്റ്, ആൻഡ് ഓപ്ഷൻ ഡി നത്തിങ്. ആൻസർ ഓപ്ഷൻ ബി എറർ ടേം അല്ലെങ്കിൽ ദ അൺഎക്സ്പ്ലെയിൻഡ് പാർട്ട് ഓഫ് ദ മോഡൽ. എറർ ടേം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ പോകുന്ന വൈയുടെ ടേംസിനെ ആണ്. ദാറ്റ് ഈസ് ആക്ച്വൽ വൈ വാല്യൂ മൈനസ് പ്രഡിക്റ്റഡ് വൈ വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഇൻ എ സിംഗിൾ കോയിൻ ടോസ്? ഓപ്ഷൻ എ 0, option B 0.25, option C 0.5, and option D 1. Answer option C 0.5. സോ ഒരു കോയിൻ എക്സ്പെരിമെന്റിൽ ഒരേ പ്രോബിലിറ്റി ഉള്ള രണ്ട് ഔട്ട്കംസ് ഉണ്ട്, ദാറ്റ് ഈസ് ഹെഡ് ആൻഡ് ടെയിൽ. സോ ഹെഡ് ലഭിക്കാനുള്ള ചാൻസ് 1/2 ആണ്, ദാറ്റ് ഈസ് 0.5 നമുക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് probability of A equal to 0.4 and the probability of B equal to 0.5, where A and B are independent, probability of A intersection B equal to option A 0.9, option B 0.2, option C 0.5, and option D 0.4. Answer 0.2. നമുക്കറിയാം ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആണ്. സോ 0.4 ഇൻറ്റു 0.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2. അടുത്ത ക്വസ്റ്റ്യൻ, ബേസ് തിയറം ഈസ് യൂസ്ഡ് വെൻ ഓപ്ഷൻ എ ഈവൻസ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഓപ്ഷൻ ബി ഈവൻസ് ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്, ഓപ്ഷൻ സി we need to update the probability with the new information, option D probability is not known. Answer option C we need to update the probability with the new information. ബേസ് തിയറം ഉപയോഗിക്കുന്നത് പ്രിയർ പ്രോബബിലിറ്റി അപ്ഡേറ്റ് ചെയ്യാനാണ്. അതായത് പുതിയ ഡാറ്റ ലഭിക്കുമ്പോൾ പഴയ സാധ്യതകൾ മാറ്റി പുതിയത് കണക്കാക്കുന്നു. ആൻഡ് ഫോർമുലയാണ് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ? ഓപ്ഷൻ എ നോർമൽ, ഓപ്ഷൻ ബി പോയിസൺ, ഓപ്ഷൻ സി യൂണിഫോം ഓർ കണ്ടിന്യൂസ്, ഓപ്ഷൻ ഡി എക്സ്പൊണൻഷ്യൽ. ആൻസർ ഓപ്ഷൻ ബി പോയിസൺ. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ കൗണ്ടിങ് ഈവൻസിലാണ് ഉപയോഗിക്കുന്നത്, ദാറ്റ് ഈസ് ഡിസ്ക്രീറ്റ് 1, 2, 3 എന്നിങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ട്രയൽസ് n വിത്ത് p equal to 0.5. It will be option A skews the distribution, option B make it more normal, option C increase the mean only, option D reduce variance. Answer ഓപ്ഷൻ ബി മേക്ക് ഇറ്റ് മോർ നോർമൽ. നമുക്കറിയാം n കൂടുമ്പോൾ എസ്പെഷ്യലി p ഈക്വൽ ടു 0.5 ആണെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യുന്നു ബൈ സെൻട്രൽ ലിമിറ്റ് തിയറം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻ എ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഇറ്റ് മീൻസ് ഓപ്ഷൻ എ ഈക്വൽ ടു വേരിയൻസ്, ഓപ്ഷൻ ബി ലെസ് ദാൻ വേരിയൻസ്, ഓപ്ഷൻ സി ഗ്രേറ്റർ ദാൻ വേരിയൻസ്, ഓപ്ഷൻ ഡി ഓൾവേസ് 0. ആൻസർ ഓപ്ഷൻ എ ഈക്വൽ ടു വേരിയൻസ്. പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ ഈക്വൽ ടു വേരിയൻസ് ഈക്വൽ ടു ലാംഡയാണ്.
അടുത്ത ക്വസ്റ്റ്യൻ ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഈസ് ഓപ്ഷൻ എ സ്ക്യൂഡ് റൈറ്റ്, ഓപ്ഷൻ ബി സ്ക്യൂഡ് ലെഫ്റ്റ്, ഓപ്ഷൻ സി സിമെട്രിക്കൽ ആൻഡ് ഓപ്ഷൻ ഡി ട്രയാങ്കുലർ. ആൻസർ ഓപ്ഷൻ സി സിമെട്രിക്കൽ. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കർവ് ബെൽ ഷേപ്പ്ഡ് ആണ്. ദാറ്റ് ഈസ് മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ്. അടുത്ത ക്വസ്റ്റ്യൻ ദ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് ഓപ്ഷൻ എ മീൻ ഈക്വൽ ടു 1 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0, ഓപ്ഷൻ ബി മീൻ ഈക്വൽ ടു 0 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1, ഓപ്ഷൻ സി മീൻ ഈക്വൽ ടു 0 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0, ഓപ്ഷൻ ഡി മീൻ ഈക്വൽ ടു 1 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 1. വേർ ആൻസർ ഓപ്ഷൻ ബി മീൻ ഈക്വൽ ടു 0 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ അല്ലെങ്കിൽ മ്യൂ എന്നത് 0 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓർ സിഗ്മ എന്നത് 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ റിക്വയർ all the following except option A constant probability, option B fixed number of trials, option C independent trials, option D increasing probability with success. Answer option D increasing probability with success. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ സക്സസ് പ്രോബിലിറ്റി P എന്നത് കോൺസ്റ്റന്റ് ആണ്, മാറ്റം വരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ ഏരിയ അണ്ടർ ദ നോർമൽ കർവ് റെപ്രസെന്റ് ഓപ്ഷൻ എ പ്രോബിലിറ്റി, ഓപ്ഷൻ ബി ഫ്രീക്വൻസി, ഓപ്ഷൻ സി മീൻ, ഓപ്ഷൻ ഡി മീഡിയൻ. ആൻസർ ഓപ്ഷൻ എ പ്രോബിലിറ്റി. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ കർവിന് താഴെയുള്ള ഏരിയ 1 ആണ്, അതായത് ടോട്ടൽ പ്രോബിലിറ്റി ഈക്വൽ ടു 1. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിന്റെ ബ്രീഫ് നോട്ട്സും MCQ ആണ്. സമയക്കുറവ് മൂലമാണ് ഈ ഒരു നോട്ട്സുകൾ വളരെ ചെറുതായിട്ട് വളരെ ബ്രീഫായിട്ട് തരുന്നത്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.